നമസ്കാരം. അങ്ങനെ അവസാനം നൈജീരിയൻ വിഷയത്തിൽ അല്ലെങ്കിൽ നൈജീരിയൻ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്നതായിരിക്കുന്ന ആ വിഷയത്തിൽ ട്രംപ് ഇടപെട്ടിരിക്കുകയാണ്. ട്രംപ് ഇടപെടണമെന്നായിരുന്നു ആ വൈറലായ പാസ്റ്ററിൻ്റെ പ്രസംഗത്തിലും അദ്ദേഹവും പറയുന്ന കാര്യം. അല്ലെങ്കിൽ അമേരിക്കൻ സെനറ്റ് എന്ത് ചെയ്യണം, ഇതിൽ ഇടപെടണം, ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹം അന്ന് സംസാരിച്ചത്. അതുപോലെ തന്നെ അമേരിക്കൻ സെനറ്റിൽ ഇതൊക്കെ വലിയ ചർച്ചയായി. മാത്രമല്ല, പ്രത്യേകിച്ച് ട്രംപ് എന്ത് ചെയ്തു, ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ട്രംപ് സ്വന്തം ഉടമസ്ഥതയിലെ ട്രൂത്ത് എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമത്തിലൂടെ തൻ്റെ പ്രതികരണം നടത്തിയിരുന്നു. നൈജീരിയയിൽ നടക്കുന്നത് കൂട്ടക്കൊലയാണെന്നും നൈജീരിയയിലെ ക്രൈസ്തവർക്ക് എതിരായിട്ടുള്ള കൂട്ടക്കൊല അവസാനിപ്പിക്കണമെന്നുള്ള നിലയിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇറക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളൊക്കെ തേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ നൈജീരിയയിൽ നടക്കുന്നത് കൂട്ടക്കൊലയാണ്, ഇത് അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക അവിടെ സൈനികമായി ഇടപെടും എന്നുള്ള ശക്തമായിരിക്കുന്ന താക്കീതാണ് ഈ നൈജീരിയൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കമെന്നോണം നൈജീരിയയുമായിട്ട് ഉള്ള എല്ലാ ബന്ധങ്ങളും എന്ത് ചെയ്യും, അവസാനിപ്പിക്കുമെന്നും മാത്രമല്ല നൈജീരിയക്ക് കൊടുക്കുന്നതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന സഹായങ്ങൾ, എല്ലാ സഹായങ്ങളും നിർത്തലാകും എന്നുള്ള തരത്തിൽ ഭീഷണി ട്രംപ് മുഴക്കി കഴിഞ്ഞു. ഇത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ തങ്ങൾ സൈനികമായിട്ട് അവിടെ ഇറങ്ങി വന്നിട്ട് നൈജീരിയയിൽ കയറി ഈ പറയുന്നതായിരിക്കുന്ന നരാധമന്മാരായിരിക്കുന്ന ഈ ഭീകരവാദികളെ മുഴുവൻ തുടച്ചു നീക്കും എന്ന് വരെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. നൈജീരിയയുടെ നോർത്തേൺ സെൻറ്റർ എന്ന് പറയുന്നത് ബൊക്കോ ഹറാമിൻ്റെ എപ്പി സെൻറ്ററാണ് എന്ന് കാണാൻ കഴിയും. അവിടെയാണ് ധാരാളം ഈ ബൊക്കോ ഹറാം തീവ്രവാദികളുള്ളത്. അവർ 2009 മുതലുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 40,000-ഓളം വരുന്ന ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. പലരും അവരുടെ കിടക്കാടമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇവരെ ഭയന്ന് ആ നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നു. യുഎന്നിൻ്റെ കണക്ക് പ്രകാരം മോർ ദാൻ 2 മില്യൺ, അതായത് 20 ലക്ഷത്തിലധികം ജനങ്ങൾ അവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ബൊക്കോ ഹറാം മൂലം. അപ്പം അത്ര തീവ്രമായിരിക്കുന്ന ഇടപെടലാണ് ഈ ഭീകരവാദികൾ അവിടെ നടത്തുന്നത് എന്നുള്ളതാണ്. ബൊക്കോ ഹറാം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനയാണ്. അത് മാത്രമല്ല ഫുലാനി ജിഹാദിസ്റ്റുകളെ പോലുള്ള മറ്റ് പല തീവ്രവാദ സംഘടനകളും അവിടെ വിഹരിക്കുന്നതായിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹേർഡ്സ്മെൻ, അതായത് ഈ ഫുലാനികൾ എന്ന് പറയുന്നത് ഈ കന്നുകാലികളെ വളർത്തി മേയിച്ച് നടക്കുന്ന ആൾക്കാരാണ്. എന്നാൽ തിരിച്ച് നമ്മൾ അവിടുത്തെ നൈജീരിയൻ ക്രൈസ്തവരെടുത്ത് നോക്കുമ്പോൾ അവർ ഫാമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഈ കന്നുകാലികൾക്ക് മേയാനുള്ള ഇടമില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവയ്ക്ക് വേണ്ടുന്നതായ ഭക്ഷണമില്ലാതെ വരുമ്പോൾ ഈ നൈജീരിയൻ ക്രൈസ്തവരുടെ കൃഷി ഇടങ്ങളിലേക്ക് വിട്ടിട്ട് ആ കൃഷിയിടത്തിലെ വിളഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ഫലങ്ങൾ ഇവ എന്ത് ചെയ്യും, അകത്താക്കും. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഫലമായിട്ട് ക്ലാഷ് ഉണ്ടാകുന്നു. ആ ക്ലാഷിൻ്റെ അതുമൂലം ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളാണ് ഈ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന കാരണത്തിനെ മുതലെടുത്തുകൊണ്ട് അവിടെയുള്ള ക്രൈസ്തവരെ ഉന്മൂലനാശം നടത്താനാണ് പലപ്പോഴും ഈ ഫുലാനി ജിഹാദിസ്റ്റ് പോലുള്ള സംഘടനകൾ ശ്രമിക്കുന്നത്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഒത്താശയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് അവർ തന്നെ, ഇതിനിരയായിത്തീരുന്ന ക്രൈസ്തവർ തന്നെ സമ്മതിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. ഈ ഭരണത്തിലുള്ളതായിരിക്കുന്ന ഈ ഫുലാനി ജിഹാദിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള ആൾക്കാർ, അവർ ഈ ഫുലാനികളിൽപ്പെട്ട ഈ ജിഹാദിസ്റ്റുകളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വിട്ടയക്കണം എന്നുള്ള നിലയിൽ വാദം ഉന്നയിക്കുന്നതായിരിക്കുന്ന ആൾക്കാരാണ്. അതാണ് അവരുടെ ആഗ്രഹം. അവരുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ഫുലാനികളെ വിട്ടയക്കുക എന്നുള്ളതാണ്. ഫുലാനികൾ തീവ്രവാദികളല്ല എന്നുള്ള തരത്തിലാണ് അവർ അതിനെ സംബന്ധിച്ച് പറയുന്നത്. എന്നാൽ ക്രൈസ്തവരായിരിക്കുന്ന ഇവരുടെ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവരുടെ കിടക്കാടം, അല്ലെങ്കിൽ ഇവരുടെ ജീവൻ, അതുപോലെ തന്നെ ഇവരുടെ കൃഷിയിടം, ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അവരുടെ കൃഷിയിടങ്ങൾക്ക് അവർ തീയിടും. അതുപോലെ തന്നെ അവരുടെ ശുദ്ധജലത്തിൽ എന്ത് ചെയ്യും, അവർ മാലിന്യം കലർത്തും. രാവിൻ്റെ മറവിൽ അവർ വന്നിട്ട് എന്ത് ചെയ്യും, അവർ ഈ പറയുന്നതായ പാവം ക്രൈസ്തവരായിരിക്കുന്ന മനുഷ്യരെ അവിടെ വെടിവെച്ച് കൊല്ലുകയും അവർക്ക് അവരുടെ കുടിലുകൾക്ക് തീയിടുകയും ചുട്ടുകൊല്ലുകയൊക്കെ ചെയ്യുന്നതായിരിക്കുന്ന രീതി അവിടെ ഉണ്ടാകുന്നു. ഇപ്പോൾ നമുക്കറിയാം സുഡാനിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സുഡാനിൽ മരിച്ചവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് 10,000-കണക്കിന് മനുഷ്യരെന്ത് ചെയ്തു, അവിടെ മരിച്ചു എന്നാണ് പറയുന്നത്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ്. അതായത് അവിടെ പറയുന്ന റിബലുകൾ തമ്മിൽ ഭരണം പിടിക്കാനായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്താ പറയുക യുദ്ധത്തിൻ്റെ ഫലം എന്നുള്ള നിലയിൽ പറയുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദമാണ് എന്ന് കാണാൻ കഴിയും. അവിടെ മരിക്കുന്നതാകട്ടെ സാധാരണക്കാരായ ജനങ്ങളാണ് അവിടെ മരിക്കുന്നത്. കുട്ടികളുണ്ട്, അതുപോലെ തന്നെ സാധാരണ മനുഷ്യരുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരും എന്ത് ചെയ്യും, അവിടെ അങ്ങനെ മരിച്ചു പോകുന്നത്. അവരോടൊന്നും ഈ പറയുന്നതായിരിക്കുന്ന ആൾക്കാർ ഒരു കരുണയും കാണിക്കാതെ വെടിവെച്ച് കൊല്ലുന്നതായ രീതി. ഇതേ രീതി തന്നെയാണ് നമ്മൾ എന്ത് കാണുന്നത്, ഹമാസിൽ കാണുന്നത്, അതുപോലെ തന്നെ ബൊക്കോ ഹറാമിൽ കാണുന്നത്, ഈ ഫുലാനികളിൽ കാണുന്നത്. അതേ രീതി തന്നെയാണ് ഇന്ന്
ഇപ്പോൾ ഈ സുഡാനിലുള്ള തീവ്രവാദികളും ചെയ്യുന്നത് എന്നുള്ളതാണ്. ട്രംപിൻ്റെ ഈ പ്രസ്താവനയോട് ബോല അഹമ്മദ് തിനുബു എന്ന് പറയുന്ന നൈജീരിയയുടെ പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നൈജീരിയ എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദമായിരിക്കുന്ന ഒരു രാഷ്ട്രമാണെന്നാണ് പറയുന്നത്. പച്ച നുണ വിളിച്ച് പറയുന്നു പുള്ളി. നൈജീരിയ എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരും ഒരുമിച്ച് കഴിയുന്നതായിരിക്കുന്ന, ഇപ്പം ഞങ്ങൾ വിവിധങ്ങളായിരിക്കുന്ന ട്രൈബുകളുണ്ട്, അതുപോലെ മതങ്ങളുണ്ട്, ഇവരെല്ലാം ഒരുമിച്ച് കഴിയുന്നതായിരിക്കുന്ന ഒരു ഉദാത്ത മാതൃകാപരമായിരിക്കുന്നതായ ഒരു രാജ്യമാണ് നൈജീരിയ എന്ന തരത്തിലാണ് ഈ ബോല അഹമ്മദ് പറയുന്നത്, അവിടുത്തെ പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ നൈജീരിയ പോലെ വേറൊരു രാജ്യം ഈ ലോകത്തില്ല മാതൃകാപരമായിട്ട് നോക്കാനാണെങ്കിൽ നൈജീരിയ എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് മാതൃകയാക്കാം എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രസിഡന്റ് ട്രംപിൻ്റെ ഈ ഭീഷണിയിൽ ഭയന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. എല്ലാ ധനസഹായങ്ങളും എന്ത് ചെയ്യും, നിർത്തലാക്കും എന്നുള്ളതാണ്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ നമുക്കറിയാം, അമേരിക്ക തീരുവ കൂട്ടിയ സമയത്ത് എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്ക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യം നൈജീരിയ പോലുള്ള രാജ്യത്തോട് എതിരിട്ട് നിന്ന് കഴിഞ്ഞാൽ നൈജീരിയ പോലുള്ള രാജ്യത്തിന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. US കോൺഗ്രസ്മാൻ ക്രിസ് സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ നൈജീരിയയെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം, ഈ നൈജീരിയയെ കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. കാരണം ഇത്രയധികം തീവ്രമായിരിക്കുന്ന തീവ്രവാദികൾ അഴിഞ്ഞാടുന്നതായ ഒരിടം, ക്രൈസ്തവരെ കൂട്ടത്തോടുകൂടി ഉന്മൂലനം ചെയ്യുന്നതായിരിക്കുന്ന ഒരിടം, മനുഷ്യജീവനൊരു വിലയും കൽപ്പിക്കാത്തതായിരിക്കുന്ന ഒരു രാജ്യം, തീവ്രവാദികൾക്ക് എന്ത് വേണേലും ചെയ്യാം, അവരെ നിയന്ത്രിക്കുവാനോ അവരെ തടയുവാനോ ആരുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യം, കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്നുള്ള നിലയിൽ അദ്ദേഹം അതിനെ ലിസ്റ്റ് ചെയ്യേണ്ടായി. US സെനറ്റിലെ പലരും ഈ നൈജീരിയ എന്ത് ചെയ്തു ഇപ്പോൾ അക്യൂസ് ചെയ്തിരിക്കുകയാണ്. കാരണം നൈജീരിയൻ ഗവൺമെൻറ് ക്രൈസ്തവർക്കെതിരായിട്ട് നടക്കുന്ന ഈ വംശഹത്യക്ക് എതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല, അതിനെതിരായിട്ട് മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ള തരത്തിൽ സെനറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ US സെനറ്റ് എന്ത് ചെയ്തു, വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഇന്നിപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യും, നൈജീരിയയിൽ സൈനികമായിട്ട് ഇടപെടും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വെടിയും പുകയുമായിട്ട് എന്ത് ചെയ്യും, നൈജീരിയയിലേക്ക് കയറി വന്ന് ഈ പറഞ്ഞതായിരിക്കുന്ന തീവ്രവാദികളെ അവിടെ നിന്നും തുടച്ചു നീക്കും എന്നുള്ള നിലയിൽ ട്രംപ് ഇപ്പോൾ വാൺ ചെയ്തിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ട്രംപ് പ്രതികരിക്കാനോ ഒരു ആക്ഷൻ എടുക്കാനോട്ട് കാരണമായി തീർന്നത് നൈജീരിയയിലെ പാസ്റ്ററിൻ്റെ പ്രസംഗം വല്ലാതെ വൈറലായതാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആ ശവമടക്ക സമയത്ത് ഈ ബറിയൽ സെറമണിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ ബറിയൽ ശുശ്രൂഷ ചെയ്ത് ഞാൻ മടുത്തു എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു, ഏതാണ്ട് എല്ലാ ദിവസവും ഒന്ന് കണക്കെ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ശുശ്രൂഷ ചെയ്യേണ്ടതായിട്ട് വരുന്നു, ഞങ്ങൾ മടുത്തു എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ്ട് ഒരു ദിവസം ഏതാണ്ട് 35 പേര് വെച്ച് നൈജീരിയയിൽ എന്ത് ചെയ്യുന്നു, ക്രൈസ്തവരെ കൊല്ലപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഒരു വർഷത്തിൽ ഏതാണ്ട് 7000-ഓളം പേര് എന്ത് ചെയ്തു, നൈജീരിയയിൽ ഈ 2025 മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നൈജീരിയൻ ക്രൈസ്തവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.